അങ്ങനെ ഞാൻ ബിഗ് ബോസിലെ 50 ഡേയ്സ് കംപ്ലീറ്റ് ആയി ഗായ്സ്. അപ്പൊ ഇതിന്റെ 50 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ്. ബൈദവിന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ 50 ഡേയ്സ് ഒക്കെ എന്നെ നിർത്തിയില്ല, അതന്നെ വലിയ കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോ ഞാൻ തന്നെ ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ടുണ്ട്, അമ്മാതിരി സൗണ്ട് ആയിരുന്നു. പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്ര അലറി സംസാരിച്ചാലും ആരും മൈൻഡ് ആക്കൂല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അലറി സംസാരിക്കുന്നത്. ബൈദവേ അത് നിങ്ങൾക്ക് അരോചകമായിട്ടോ എന്തായിട്ടോ തോന്നിയെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഇനി ഞാൻ എൻ്റെ സൗണ്ട് കാരണം ബിഗ് ബോസ് കാണാതെ നിൽക്കണ്ട, ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 മണി പൊലിച്ചൊക്കെ ആയപ്പത്തിനേക്ക് ഞാൻ ചെന്നൈ എയർപോർട്ടിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടെ നിന്ന് വരുമ്പോൾ ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജസ് ഒന്നുമില്ല, ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള എടുത്തത്. പക്ഷെ മസ്താനിമോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്, അതെന്താന്നറിയില്ല. ഞാൻ ഒരു വെജ് സാൻഡ്വിച്ചും ബട്ടർ മിൽക്കൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലെത്തി. ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോണ്ട് ഫുള്ളും മീഡിയക്കാര്, ഞാൻ പേടിച്ചു. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറിയിരുന്നു. ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവെർട്ടർ ആണ്, അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അലിബിനി വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗൈസ്. പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ